أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره، فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله، وتلك حدود الله يبينها لقوم يعلمون. السلام عليكم ورحمة الله وبركاته. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ 231 വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: പിന്നീട് 3-ാം പ്രാവശ്യം അവൻ അവളുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെങ്കിൽ അതിനുശേഷം അവനല്ലാത്ത മറ്റൊരു ഭർത്താവിനെ അവൾ വിവാഹം ചെയ്യുന്നത് വരെ അവൾ അവന് അനുവദനീയമാവുകയില്ല. പിന്നെ ആ 2ാമത്തെ ആൾ അവളെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ അവർ അന്യോന്യം തിരിച്ചു വരുന്നതിൽ അവർക്ക് കുറ്റമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ നിലനിർത്തുവാൻ കഴിയുമെന്ന് ഇരുവരും കരുതുന്നുവെങ്കിൽ ഇവ അള്ളാഹുവിൻ്റെ നിയമപരിധികളെത്രേ. ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് അവൻ അവയെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അരുൾ ചെയ്യുന്നു: ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന വാക്യത്തിൽ, അതായത് ഒന്നുകിൽ മാന്യമായ രീതിയിൽ കൂടെ നിർത്തുക, അല്ലെങ്കിൽ നന്മയോടുകൂടി പിരിച്ചയക്കുക എന്നതിൽ 2 അവസ്ഥകൾ വിവരിച്ചിരിക്കുന്നു. ഈ ആയത്തിൽ 3ാമത്തെ ത്വലാഖിൻ്റെ അവസ്ഥയെ വേർതിരിച്ച് വിവരിക്കുകയാണ്. പറയുന്നു, 3ാമത്തെ ത്വലാഖും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ ആ പുരുഷന് അനുവദനീയമല്ല. ഇനി ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി വിവാഹം ചെയ്യുകയും പിന്നെ ആ പുരുഷനും ആ സ്ത്രീക്ക് ത്വലാഖ് നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവ് മരിച്ചു പോവുകയാണെങ്കിൽ, ആദ്യത്തെ വ്യക്തിക്കും ഈ സ്ത്രീക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഇവർ 2 പേർക്കുമിടയിൽ നിക്കാഹ് സാധ്യമാണ്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, ഒരു വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് 3 ത്വലാഖും നൽകി. പിന്നെ ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി നിക്കാഹ് ചെയ്തു. എന്നാൽ വിവാഹത്തിന് മുമ്പായി, അഥവാ ദാമ്പത്യം തുടങ്ങുന്നതിന് മുമ്പായി ത്വലാഖ് ചൊല്ലി വേർപ്പെടുത്തി. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് വീണ്ടും ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയുണ്ടായി. ആദ്യത്തെ ഭർത്താവിന് ആ സ്ത്രീയെ നിക്കാഹ് ചെയ്യാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, സാധിക്കുകയില്ല. 2ാമത്തെ ഭർത്താവ് അവളുമായി ബന്ധപ്പെടുകയും പിന്നീട് ഏതെങ്കിലും കാരണത്താൽ അയാൾ ത്വലാഖ് ചെയ്യുകയും ചെയ്യുന്നതുവരെ ആദ്യത്തെ ഭർത്താവിലേക്ക് മടങ്ങുന്നത് അനുവദനീയമല്ല. ചുരുക്കി പറഞ്ഞാൽ 2ാമത്തെ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതില്ലാതെ ആദ്യത്തെ ഭർത്താവുമായി നിക്കാഹ് ചെയ്യാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ തങ്ങളുടെ അധപ്പതനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ പല കാര്യങ്ങളും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിലൊന്നാണ് ഹലാല പോലുള്ള മ്ലേച്ഛമായ ആചാരവും. അതായത് ത്വലാഖ് ചൊല്ലി വേർപ്പെടുത്തിയതിന് ശേഷം ആ സ്ത്രീയെ ആദ്യ ഭർത്താവിൻ്റെ നിക്കാഹിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ വിചിത്രമായ ഒരു മാർഗമാണ് കണ്ടെത്തിയത്. അതായത് ത്വലാഖ് ചൊല്ലി വേർപ്പെടുത്തിയ സ്ത്രീയെ
മറ്റൊരു വ്യക്തി ഒറ്റ രാത്രിക്ക് വേണ്ടി നിക്കാഹ് ചെയ്യുക, രാവിലെ ത്വലാഖ് ചൊല്ലുക. അതെന്തിനു വേണ്ടിയാണ്? ആ സ്ത്രീക്ക് തൻ്റെ ആദ്യ ഭർത്താവിനെ നിക്കാഹ് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇസ്ലാം ഈ മാർഗം അവലംബമാക്കുന്നതിന് ഒരിക്കലും വാദം നൽകുന്നില്ല. അതോടൊപ്പം ഹലാല ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആളിൽ ശാപം ചൊരിയുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയുണ്ടായി, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. അതായത് ആരാണോ ഹലാല ചെയ്യുന്നത്, അതുപോലെ ആർക്ക് വേണ്ടിയാണോ ഹലാല ചെയ്യിപ്പിക്കപ്പെടുന്നത്, അവർ ഇരുവരിലും അള്ളാഹു ശാപം ചൊരിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹലാല പോലുള്ള മ്ലേച്ഛമായ ആചാരത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും തന്നെയില്ല. ഇസ്ലാമിൻ്റെ നിയമം എന്നുള്ളത് 3 ത്വലാഖും നൽകിയതിന് ശേഷം ഈ സ്ത്രീ മറ്റൊരു പുരുഷനുമായി നിക്കാഹ് ചെയ്യുകയും അവൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുക. പിന്നെ അതിനുശേഷം എന്തെങ്കിലും കാരണത്താൽ ആ പുരുഷനും, അതായത് രണ്ടാം ഭർത്താവ്, ആ സ്ത്രീക്ക് ത്വലാഖ് നൽകുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്ക് തൻ്റെ ആദ്യ ഭർത്താവുമായി ഹക്ക് മെഹർ നിശ്ചയിച്ചും വലിയുടെ തൃപ്തിയോടും കൂടെ രണ്ടാമതും നിക്കാഹ് ചെയ്യാവുന്നതാണ് എന്ന അധ്യാപനമാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.